ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും എല്ലാവർക്കും സ്നേഹാശംസകൾ. മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി ആ പിതാവിനെ നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായി നിയോഗിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ പുണ്യമാതൃക അനുകരിക്കുന്നവരാണല്ലോ നമ്മൾ. മാത്രമല്ല, ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടുന്ന നല്ല പതിവും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പുലർത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബ കൂട്ടായ്മകളാണ് സഭയെ ശക്തിപ്പെടുത്തുന്ന സംവിധാനങ്ങൾ. ആദിമ ക്രൈസ്തവ സഭ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയത്, ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടത് ഇത്തരം കുടുംബ കൂട്ടായ്മകളിലൂടെയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:42 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എബ്രായ ലേഖനകർത്താവ് 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരെയും അതിൽ ഉൾച്ചേർക്കാനായിട്ട് പരിശ്രമിക്കുകയും വേണം. എത്ര പ്രാധാന്യത്തോടെയാണ് സഭ ഈ കുടുംബ കൂട്ടായ്മ സംവിധാനങ്ങളെ കണ്ടിരുന്നത് എന്നതിന് മറ്റ് വിശദീകരണങ്ങൾ ആവശ്യമില്ല. നമ്മുടെ അതിരൂപതയിലും ഈ അതിരൂപതയെ ഒന്നാകെ ഒരു കൂട്ടായ്മയായി നിലനിർത്തുന്നത് ശക്തമായി പ്രവർത്തിക്കുന്ന ഇടവകകളാണ്. ഈ ഇടവകകൾ ഓരോന്നും ചലനാത്മകമായി മുന്നോട്ട് പോകുന്നത് ആ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളിലൂടെയാണ്. ഓരോ കുടുംബവും ഗാർഹിക സഭയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമാണ് ആദ്യമായി കുടുംബങ്ങളെ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിച്ചത്. ആ പുണ്യപിതാവിൻ്റെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന ഏറ്റവും പ്രധാനമായ ഡോക്യുമെൻറ്റിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഓരോ കുടുംബവും ഗാർഹിക സഭയാണ്. എന്നുവെച്ചാൽ സഭയിൽ നടത്തപ്പെടുന്ന ഓരോ ശുശ്രൂഷയും കുടുംബങ്ങളിലൂടെ ആവർത്തിക്കപ്പെടും. ഈ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ കുടുംബ കൂട്ടായ്മകളിലൂടെ ആവർത്തിക്കപ്പെടണം. ഒരുപാട് നന്ദിയോടെയും സ്നേഹത്തോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഈ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളായി നമ്മുടെ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളെ അതിശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട അതിൻ്റെ ഭാരവാഹികൾ സ്ഥാനമൊഴിയുകയും പുതിയ ഭാരവാഹികൾ തൽസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ മെയ് മാസത്തിലാണ് എല്ലാ ഇടവകകളിലും പുതിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. എത്രയോ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി നിസ്തുലമായി ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്ത ഓരോ ധന്യ ജീവിതത്തെയും ഏറെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അതിരൂപത അധ്യക്ഷൻ്റെ പേരിൽ, നമ്മുടെ പ്രിയങ്കരരായ വികാരി ജനറാളച്ചന്മാരുടെ പേരിൽ, ഓരോ ഇടവക വികാരി അച്ഛൻ്റെയും പേരിൽ, കുടുംബ കൂട്ടായ്മയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തിന് നിങ്ങളുടെ ഈ ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ. അതോടൊപ്പം പുതുതായി ഈ നേതൃത്വ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. കൈകോർക്കാം, ഒന്നിച്ചു വളരാം. എത്ര സുന്ദരമായ ഒരു ആപ്തവാക്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സഭയെ, ഈ സഭയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നവർ. അപ്പം നിങ്ങൾ എത്രയോ ക്രിയാത്മകമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഓരോ കുടുംബ കൂട്ടായ്മയിലും പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ
കൺവീനർ എന്നിങ്ങനെ 5 ഔദ്യോഗിക ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ. അതുകൂടാതെ ഓരോ സംഘടനയുടെയും ഈ 2 പ്രതിനിധികളെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തോട് ചേർന്ന് സഹകരിക്കണമെന്നതാണ് അതിരൂപതാ തലത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ 5 പേരും വികാരിയച്ഛനോടും, കൊച്ചച്ഛനുണ്ടെങ്കിൽ കൊച്ചച്ഛനോടും, ആ വാർഡിൻ്റെ ഉത്തരവാദിത്വമുള്ള സിസ്റ്ററിനോടും, ഇടവക കോർഡിനേറ്ററിനോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എത്ര സുന്ദരമായിട്ട് നമുക്ക് ഓരോ കുടുംബ കൂട്ടായ്മയും മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. കുടുംബ കൂട്ടായ്മകൾ തളർന്നു പോകാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. അതിൻ്റെ തളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ തളർച്ചയിലേക്ക് നയിക്കും. അത് നമുക്കിടയിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടാക്കും. നമുക്കറിയാം, ഇന്ന് ഒരുപാട് കാരണങ്ങളുടെ പേരിൽ പലരും ഈ കുടുംബ കൂട്ടായ്മകളിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ മടി കാണിക്കുന്നവരാണ്. അവരോട് വഴക്കിടാനോ അവരെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ തുനിയേണ്ടത്. മറിച്ച് അവരെന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവർക്കിതിനോട് വരാനായിട്ട് താല്പര്യമില്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്? പണ്ടുകാലത്തുണ്ടായ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും ദുരനുഭവങ്ങളോ ആണോ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ തടസ്സം നിൽക്കുന്നത്? അതല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്ന എന്തെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളാണോ? കൃത്യമായി നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ 5 ഭാരവാഹികളും നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റാളുകളെ കൂടി ഉൾപ്പെടുത്തി വികാരിച്ചൻ്റെയും സിസ്റ്ററിൻ്റെയും കോർഡിനേറ്ററുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഈ ഒരു വർഷത്തേക്ക് വേണ്ട നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലൂടെ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഓരോ കുടുംബ കൂട്ടായ്മയ്ക്കും കൃത്യമായ ഒരു പ്രവർത്തന മാർഗരേഖ തയ്യാറാക്കുന്നത് എന്തുകൊണ്ട് ഉചിതമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ മെയ് മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുടുംബ കൂട്ടായ്മയിലൂടെ നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ 5 പേരും കൂടി മേൽപ്പറഞ്ഞ വ്യക്തികളുടെ സഹായത്തോടു കൂടി ഒന്ന് നന്നായി തയ്യാറാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ അതിരൂപത എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഈ ഭാരവാഹികളിൽ ഉണ്ടാകാനായിട്ട് കൃത്യമായ സംവിധാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് എപ്പോഴും ഒരു വനിതയായിരിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുക. ട്രഷറർ എപ്പോഴും ഒരു യുവജന പ്രതിനിധി ആയിരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുക. ബാക്കിയുള്ളവരെ നമുക്ക് ഈ 2 വിഭാഗത്തിൽ നിന്നും, ചെറുപ്പക്കാരിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്കറിയാം, നമുക്ക് നിയതമായൊരു ചട്ടക്കൂടുണ്ട്. ഓരോ മാസവും കുടുംബ കൂട്ടായ്മകൾ കൃത്യമായി സമ്മേളിക്കണം. അതിൽ നമ്മൾ മുടക്കം വരുത്തരുത്. അപ്പോൾ അതിൽ പ്രസിഡന്റ് നിർവഹിക്കേണ്ട റോൾ അദ്ദേഹവും, അങ്ങനെ ഓരോരോ ഭാരവാഹിയും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അവരവരും നിർവഹിച്ചു കഴിയുമ്പോൾ എത്ര സുന്ദരമായി ഇത് മുന്നോട്ട് പോകുന്നു. നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാർത്ഥന പുസ്തകമുണ്ട്. നമുക്ക് അതാത് മാസത്തെ റിപ്പോർട്ടുകൾ കൃത്യമായി എഴുതി തയ്യാറാക്കാനായിട്ട് റിപ്പോർട്ട് ബുക്കുണ്ട്. നമുക്ക് കുടുംബ കൂട്ടായ്മകളിൽ ഉപയോഗിക്കാനായിട്ട് ഫ്ലാഗുണ്ട്. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഓരോ കുടുംബ കൂട്ടായ്മയുടെയും മധ്യസ്ഥൻ്റെ അഥവാ മധ്യസ്ഥയുടെ രൂപം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതും കൂടാതെ ആ കൂട്ടായ്മയുടെ പരിധിക്കുള്ളിൽ നമ്മുടെ ഏത് കൂട്ടായ്മയാണോ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഒരു കൊച്ചു ബോർഡ് നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. നമുക്ക് മനോഹരമായ ഒരു കുടുംബ കൂട്ടായ്മ ആന്തം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മകളെ കുറെ കൂടി ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ കൂട്ടായ്മകളിലൂടെ നമുക്ക് എങ്ങനെയെല്ലാം നമ്മുടെ സഭയെ വളർത്താം, നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താം, ഇതായിരിക്കണം നമ്മുടെ ചിന്ത. വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇന്ന് നമ്മുടെ യുവതലമുറയുടെ, ഇളം തലമുറയുടെ വിശ്വാസം അല്പാൽപമായി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പ്രതിവിധിയായിട്ട് ചെയ്യുന്നുണ്ട്. മതബോധന ക്ലാസ്സുകളിൽ സിലബസ് പരിഷ്കാരങ്ങൾ, മറ്റ് സെമിനാറുകൾ ഇതെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു പരിധിയുണ്ട് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. മറിച്ച് ഈ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ആഘോഷം നടക്കേണ്ടത് ഇത്തരം കുടുംബ കൂട്ടായ്മകളിലൂടെയാണ്. എല്ലാ കുടുംബങ്ങളും, മാതാപിതാക്കളും മക്കളും പ്രായമായവരും എല്ലാവരോടും ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പറയുകയും ഒരുമിച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ ആദരിക്കുകയും ഒരുമിച്ച് വിശേഷ ദിവസത്തിൻ്റെ ആശംസകൾ കൈമാറുകയും ഒരുമിച്ചൊരു ഭക്ഷണത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ശക്തി. അതോടൊപ്പം നമുക്കറിയാം, സീറോ മലബാർ സഭ
ഈ വർഷം സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ്. ഒരു തലത്തിൽ നമ്മൾ വലിയ വലിയ സംരംഭങ്ങൾ പ്ലാനിട്ടു. നമ്മൾ മഹാസമ്മേളനങ്ങൾ നടത്തി. പള്ളികളിലെല്ലാം നമ്മൾ ബോർഡുകൾ സ്ഥാപിച്ചു. വിവിധ വിഭാഗക്കാരുടെ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ അടയാളങ്ങൾ മാത്രമാണ്. എന്തിൻ്റെ? നമുക്കിടയിലുള്ള, നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ട ഈ കൂട്ടായ്മ അവബോധത്തിൻ്റെ ബാഹ്യപ്രകാശനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മ രൂപപ്പെടേണ്ടത് എവിടെയാണ്? അത് നമ്മുടെ ഇത്തരം കുടുംബ കൂട്ടായ്മകളിലാണ്. ഇന്ന് നമുക്കറിയാം, പല കാരണങ്ങളുടെ പേരിലും ആളുകൾ പരസ്പരം സ്നേഹിക്കാനായിട്ട് മടിക്കുന്നു, പിണക്കത്തിലാണ്. തൊട്ട അയൽവക്കത്തുള്ള വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരുപാട് കാരണങ്ങളുടെ പേരിൽ അവർ മടിക്കുകയാണ്. കുടുംബ കൂട്ടായ്മകളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? എല്ലാവരുടെയും ഇടയിലുള്ള ഇത്തരം കൊച്ചു കൊച്ചു പരിഭവങ്ങളെ, പിണക്കങ്ങളെ ഇല്ലാതെയാക്കുക. അത് ഏറ്റവും സമുചിതരായ വ്യക്തികൾ നേതൃത്വം കൊടുത്ത്, ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ അത് പറഞ്ഞു തീർക്കുക. എന്തുമാവട്ടെ, ഏത് ഭിന്നതയുമാകട്ടെ, ഏത് മനോവിഷമവുമാവട്ടെ, അതൊക്കെ പറഞ്ഞു തീർത്ത് ഓരോരുത്തരെയും വ്യക്തിപരമായി അല്ലെ കുടുംബത്തിൽ ചെന്ന് ക്ഷണിച്ച് അവരെല്ലാം നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കി തീർക്കുക. നമ്മുടെ ഇടവകാതലത്തിൽ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യപ്പെടുക. അതിരൂപതയിൽ നിന്ന് ലഭിക്കുന്ന പൊതുനിർദ്ദേശങ്ങൾ കുടുംബ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെടുക. അതോടൊപ്പം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന മറ്റനേകം പരിപാടികളുണ്ട്. കുടുംബ കൂട്ടായ്മയിലെ ഒരംഗം തീരെ സാമ്പത്തികമായി പരിതാപ അവസ്ഥയിലാണ് എന്ന് വിചാരിക്കുക. ആ കൂട്ടായ്മയിലെ ആളുകളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ, മറ്റ് കൂട്ടായ്മകളുടെയും കൂടി സഹായം തേടിയാൽ നമുക്കവർക്ക് കൃത്യമായി സഹായം എത്തിക്കാനായിട്ട് സാധിക്കും. ആ കുടുംബത്തെ ഒരു ദത്തു കുടുംബമായി സ്വീകരിച്ച് എല്ലാ മാസവും അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഒരു കടയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ അവരത് ആ കടയിൽ പോയി വാങ്ങിക്കുന്നു. ഇപ്പോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ആ പേയ്മെൻറ്റ് എല്ലാ മാസവും നടത്തുന്നു. ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരാൾ പോലും കാശില്ലാത്തതിൻ്റെ പേരിൽ അത്യാവശ്യമായ ചികിത്സ കിടക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇങ്ങനെ ക്രിസ്തീയതയുടെ അടിസ്ഥാന പാഠങ്ങൾ, സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല വേദിയാണ് ഈ കുടുംബ കൂട്ടായ്മ. അതിന് ഈ ഭാരവാഹികൾ തമ്മിൽ വലിയൊരു ഐക്യം രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടി അവർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വികാരിച്ചൻ്റെയും സിസ്റ്റർമാരുടെയും കോർഡിനേറ്ററുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊള്ളുകയും അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതൊരു സംവിധാനവും കൃത്യമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നിയതമായ രൂപഭാവങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്കറിയാം, എല്ലാ മാസവും കുടുംബ കൂട്ടായ്മകളുടെ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് ഓരോ കൂട്ടായ്മയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബുക്കിലുണ്ട്. അതുകൂടാതെ ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അതിനോട് ഉദാസീനത കാണിക്കരുത്. ദയവ് ചെയ്ത് അത് കൃത്യമായിട്ട് അങ്ങ് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തി പോകുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും വരും. കുറേ കൂടി ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ അത് നമുക്കൊരു പ്രചോദനവും പ്രോത്സാഹനവുമാകും. നമ്മുടെ ആ കൂട്ടായ്മയുടെ ആന്തം പ്രായമായവരും ചെറുപ്പക്കാരും കൊച്ചുകുട്ടികളും ഒക്കെ കൂടെ ഒരുമിച്ച് അങ്ങ് പാടുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് നൽകുന്ന ഒരു വല്ലാത്ത ശക്തിയുണ്ട്, ഒരു ഉണർവുണ്ട്. അത് നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. അതുപോലെ ഇടവകയിലെ കുർബാന, ആത്മീയമായ ആഘോഷങ്ങൾ, ഇതിനെല്ലാം ഓരോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ അത് കുറേ കൂടി ഭംഗിയായി തീരും. എല്ലാ വർഷവും നമ്മുടെ ഇടവകയിലെ ഏറ്റവും മികച്ച കൂട്ടായ്മ ഏതാണെന്ന് നമ്മൾ തന്നെ ഇടവകാതലത്തിൽ കണ്ടെത്തി ആ കൂട്ടായ്മയ്ക്ക് അംഗീകാരം കൊടുക്കണം, സമ്മാനം നൽകണം. അതവർക്ക് വലിയൊരു പ്രോത്സാഹനമാകും. അങ്ങനെ ഓരോ ഇടവകയും ആ ഇടവകയിലെ ഏറ്റവും മികച്ച കൂട്ടായ്മയെ കണ്ടെത്തി സമ്മാനം നൽകിക്കഴിഞ്ഞാൽ ഫൊറോന തലത്തിൽ ഈ മികച്ച കൂട്ടായ്മകൾ, ഓരോ ഇടവകയിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച കൂട്ടായ്മകളെ വിലയിരുത്തി ഫൊറോന തല സമിതി ആ ഫൊറോനയിലെ ഏറ്റവും മികച്ച കൂട്ടായ്മ ഏതാണെന്ന് കണ്ടെത്തണം. ഏത് ഇടവകയിലെ കൂട്ടായ്മയാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം ഈ 19 ഫൊറോനയിലെയും ഏറ്റവും മികച്ച ഇടവകകളെ നമ്മൾ അതിരൂപതയിലേക്ക് നൽകുക. അപ്പോൾ അതിരൂപതാ തലത്തിൽ അതിനെ പരിശോധിച്ച് അതിരൂപതയിലെ ഏറ്റവും ചലനാത്മകമായ, ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും ഫലപ്രദമായി ശുശ്രൂഷ നിർവഹിക്കുന്ന കൂട്ടായ്മ ഏതാണെന്ന് കണ്ടെത്തുകയും അതിരൂപതാ തലത്തിൽ അവർക്ക് സമ്മാനങ്ങൾ നൽകാൻ പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ ഒരു പ്രോത്സാഹനമാണ് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ.
നമുക്ക് ഈ ഒരു പുതിയ ഭരണസമിതി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരല്പം തളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പൂർവാധികം ഉണർവോടെ ഉന്മേഷത്തോടെ കൃത്യമായി അതിൻ്റെ മാർഗരേഖയൊക്കെ നോക്കി ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാം. ഓരോ ഇടവകയുടെയും വികാരിയച്ചന്മാർ അവരെത്ര താല്പര്യത്തോടെയാണ് ഈ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ സമർപ്പിതരുടെ എല്ലാം സേവനം നമ്മൾ തേടുകയാണ്. വലിയ ഇടവകയിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എങ്കിലും എല്ലാ കൂട്ടായ്മകളിലും പറ്റുന്നിടത്തോളം വികാരിയച്ഛൻ്റെ സാന്നിധ്യം, ഒരു സമർപ്പിതയുടെ എങ്കിലും സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അത് നമുക്ക് നടപ്പിലാക്കാം. എന്നിട്ട് ഭാരവാഹികൾക്ക് കൃത്യമായ പരിശീലനങ്ങളൊക്കെ നൽകി നമ്മുടെ ഈ കൂട്ടായ്മയെ അതിരൂപതയുടെ ഏറ്റവും വലിയ കരുത്തായി നമുക്ക് മാറ്റാം. അതിലൂടെ നമ്മുടെ സമുദായത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. അതിലൂടെ സുവിശേഷം എന്താണെന്ന് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമുക്ക് അറിയിക്കാം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഒരു ഉജ്ജ്വല സമൂഹമായി നമ്മുടെ അതിരൂപതയിലെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ നമുക്ക് വാർത്തെടുക്കാം. ഇതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം, കൈകോർക്കാം, ഒന്നിച്ച് വളരാം. ഈശോ അനുഗ്രഹിക്കട്ടെ.